8-1 ബി കോടതി അലക്ഷ്യം, അതായത് കോടതി വിലക്കിയതോ കോടതി അലക്ഷ്യത്തിന് കാരണമാകുന്നതോ ആയ വിവരങ്ങൾ. ഇന്നലെ നടന്ന അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ എക്സാം, അപ്പോൾ അതിൽ 50 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക് വിഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ അപ്ലോഡ് ചെയ്തായിരുന്നു, കാണാത്തവരെന്തൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശം, മനുഷ്യാവകാശം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ് 5 മാർക്കിന് വീതം വിവരാവകാശം, മനുഷ്യാവകാശം ചോദിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് ബാക്കിയുള്ള പരീക്ഷകൾക്കും കൂടി ചോദിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം ചോദ്യത്തിലൊക്കെ കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതെന്നാണ്. നമ്മുടെ 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(1)(d) ആണ് മനുഷ്യാവകാശത്തിൻ്റെ നിർവചനം പറയുന്നത്. അതിൽ പറയുന്നത് വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് ഈ കാര്യങ്ങളിൽ അവകാശം. അതാണ് മനുഷ്യാവകാശത്തിൻ്റെ നിർവചനമായിട്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മറക്കണ്ട. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം സെക്ഷൻ 2(1)(d) മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള നിർവചനം നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണെന്നാണ്. 3 വർഷമല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് കേട്ടോ. 3 വർഷമല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് ഇവിടെ കാലാവധി. ഇപ്പം നമുക്ക് SHRC ആണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. SHRC ആയാലും ശരി തന്നെ, NHRC ആയാലും ശരി തന്നെ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ പുനർനിയമന യോഗ്യത ഉണ്ട് കേട്ടോ. പുനർനിയമനത്തിന് യോഗ്യതയുണ്ട്. അതായത് ഇവർക്ക് 70 വയസ്സാകുന്നത് വരെ പുനർനിയമനം ലഭിക്കുന്നതാണ്. എന്നാൽ ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ വ്യക്തിക്ക് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റ് പദവികൾ വഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ പുനർനിയമനം ലഭിക്കും. 70 വയസ്സാകുന്നത് വരെ പുനർനിയമനം ലഭിക്കും. SHRC ആയാലും NHRC ആയാലും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയാലും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയാലും കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേട്ടോ. ഓക്കെ, ഇത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെ എന്നാണ്. നീക്കം ചെയ്യലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. ശരിയാണ്. അംഗം മാനസികമായോ ശാരീരികമായോ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ശരിയാണ്. അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നതിന് പറയുന്ന കാരണങ്ങളാണ്. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയും, അതായത് കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരികയും, ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുകയോ, അംഗം മാനസികമായോ ശാരീരികമായോ ആയ ബലഹീനത കാരണം അയോഗ്യനാവുകയോ, അല്ലെങ്കിൽ മാനസികാവസ്ഥ മോശമാണെന്ന് ഒരു യോഗ്യതയുള്ള കോടതി പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പിന്നെ ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, ഈ സാഹചര്യങ്ങളിലെല്ലാം അംഗത്തെ എന്ത് ചെയ്യും? നീക്കം ചെയ്യും. നീക്കം ചെയ്യാനുള്ള അധികാരം വരുന്നത് രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാനുള്ള അധികാരം വരുന്നത്. അതിപ്പം നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് NHRCയെ കുറിച്ചാണെങ്കിലും SHRCയിലും, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ ആയാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ ആയാലും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ അംഗസംഖ്യ നിങ്ങൾക്കറിയാം 3 ആണ് അംഗസംഖ്യ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും, അതായത് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണെന്നും അംഗസംഖ്യ NHRCയിൽ 6 ആണെന്നും SHRCയിൽ 3 ആണെന്നും നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു? ഓക്കെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരം നൽകുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നത് ഏത് സെക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് 8-1 ആണ് കേട്ടോ. 8-1 ആണ്. നമുക്കറിയാം
8ഉം 9ഉം അല്ലേ, വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 8ഉം 9ഉം എന്താണ് പറയുന്നത്? 8ഉം 9ഉം പറയുന്നത് ഒഴിവാക്കലുകളാണ് പറയുന്നത്. അതായത് വിവരം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 8ലും 9ലും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇളവ് നൽകുന്നു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്, അതായത് വിവരാവകാശ ഉദ്യോഗസ്ഥന് ഇളവ് നൽകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ 8ൽ ഒന്നാണ്. പിന്നെ നിങ്ങൾ സെക്ഷൻ 4 പഠിച്ചു വെച്ചോണം കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ഒരു ഗവൺമെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു പൊതു അധികാര സ്ഥാനം ഓൾറെഡി വെളിപ്പെടുത്തേണ്ട കുറച്ച് വിവരങ്ങളുണ്ട്. അതായത് നമ്മൾ അപേക്ഷ നൽകി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഓഫീസിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഓഫീസിലെ സമയക്രമം എങ്ങനെയാണ്, അവിടുത്തെ ഹാജർ നില, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. മനസ്സിലായില്ല? ഇപ്പം നമ്മൾ ചില ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഹാജർ നിലയൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അപേക്ഷ നൽകാതെ തന്നെ ആദ്യമേ തന്നെ മുൻകൂറായി വെളിപ്പെടുത്തേണ്ട വിവരങ്ങളാണ് ഈ പറയുന്ന സെക്ഷൻ 4ൽ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിൽ അപേക്ഷ നൽകുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അപേക്ഷയെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 6. ഓക്കെ, അപ്പം നിങ്ങൾ 6ഉം 4ഉം ഓർത്തിരിക്കുക, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 4 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് മുൻകൂറായി വെളിപ്പെടുത്തേണ്ട വിവരങ്ങളും, 6 എന്ന് പറഞ്ഞാൽ അപേക്ഷ നൽകുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8(1)G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഓക്കെ, 8(1)G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് നൽകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് കുറച്ച് സബ്സെക്ഷൻസ് പഠിക്കാറുണ്ട്. 8(1)ൽ A മുതൽ J വരെയുള്ള സെക്ഷൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കിയേ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 8ൽ പറയുന്നത് ഒഴിവാക്കലുകളാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ A ഒന്ന് വായിച്ചു നോക്കിയേ. ദേശീയ സുരക്ഷ, വിദേശ ബന്ധങ്ങൾ, ഇന്ത്യയുടെ പരമാധികാരം, സമഗ്രത, സുരക്ഷ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന വിവരങ്ങൾ 8(1)A പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. 8(1)B കോടതി അലക്ഷ്യം, അതായത് കോടതി വിലക്കിയതോ കോടതി അലക്ഷ്യത്തിന് കാരണമാകുന്നതോ ആയ വിവരങ്ങൾ ഒഴിവാക്കണം, അതായത് നൽകാൻ പാടില്ല. നിങ്ങളിത് ഓരോന്നും നോട്ട് ചെയ്ത് വെക്കണം. കാരണം കണ്ടോ, ചോദ്യം വന്നിരിക്കുന്ന കണ്ടല്ലോ, 8(1)G എന്നാണ് ചോദിച്ചിരിക്കുന്നേ. പഠിക്കാതെ എഴുതാൻ പറ്റത്തില്ല, ഒരു മാർക്ക് പോവും. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് പഠിക്കണം, പിന്നീട് റിവിഷൻ ചെയ്യും വേണം എക്സാമിന് മുമ്പ്. ഓക്കെ, പാർലമെന്റ് പ്രിവിലേജ് എന്ന് വെച്ചാൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും അവരുടേതായ ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. ആ പ്രത്യേക അധികാരങ്ങളുടെ ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ, പാർലമെന്റ് പ്രിവിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും പ്രത്യേക അധികാരങ്ങളും പ്രത്യേക അവകാശങ്ങളും ഉണ്ട്. അപ്പൊ അതിനുള്ള ലംഘനത്തിന് കാരണമാകുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല. വാണിജ്യപരമായിട്ടുള്ള ആത്മവിശ്വാസം എന്ന് കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു വാണിജ്യപരമായിട്ടുള്ള രഹസ്യം, അതിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. പൊതു താല്പര്യം ഒഴികെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മൂന്നാം കക്ഷിയായ ഒരു വ്യക്തി, ഇപ്പം ഞാനൊരു സാധാരണ വ്യക്തിയാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാണിജ്യപരമായ രഹസ്യമുണ്ട്. അത് പൊതു താല്പര്യം വരുന്ന സാഹചര്യത്തിലല്ലാതെ എന്ത് ചെയ്യണ്ട, വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? പൊതു താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുന്നത് സമൂഹത്തിന് നന്മയുള്ള കാര്യമാണെങ്കിൽ ആ സമയത്തിൽ മാത്രം വെളിപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ആ വിവരം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം A എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷ, വിദേശ ബന്ധങ്ങൾ, B എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യം, C എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പ്രിവിലേജ്, അത് പാർലമെന്റും സംസ്ഥാന നിയമസഭയും വരും, D എന്ന് പറഞ്ഞാൽ വാണിജ്യപരമായിട്ടുള്ള രഹസ്യം അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ എന്നൊക്കെ പറയാം. അപ്പോൾ അത് പൊതു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ, സമൂഹത്തിന് നന്മയുള്ള കാര്യമാണെങ്കിൽ അത് വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, വെളിപ്പെടുത്തണ്ട. അപ്പോൾ വ്യാപാര രഹസ്യം, ഭൗതിക സ്വത്തവകാശം എന്നിവ ഉൾപ്പെടുന്ന വിവരങ്ങളെക്കുറിച്ചാണ് 8(1)D പറയുന്നത്. അടുത്ത് ഈ പറയുന്നത് വിശ്വാസപരമായ ബന്ധമെന്നാണ്. ഒരു വ്യക്തിക്ക് അവരുടെ വിശ്വാസയോഗ്യമായ ശേഷിയിൽ ലഭ്യമായ വിവരങ്ങൾ. ഓക്കെ, അതായത് ഇപ്പം നമുക്കിപ്പം മറ്റൊരാളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാം, അല്ല, എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അത് ഞാൻ എന്ത് ചെയ്യേണ്ട, വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടെയും പറയുന്നുണ്ട് വലിയ പൊതു താല്പര്യ വാറണ്ടുകൾ ഒഴികെ. ഈ പൊതു താല്പര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വിവരം നൽകേണ്ടി വരും. മനസ്സിലായി? അതിപ്പം നിങ്ങൾ ഈ പറയുന്ന വാണിജ്യപരമായിട്ടുള്ള രഹസ്യങ്ങൾ, ഭൗതിക സ്വത്തവകാശം, പിന്നെ ഈ വിശ്വാസപരമായ ബന്ധം വഴി ലഭിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാം പൊതു താല്പര്യത്തിന് വേണ്ടി, പൊതു താല്പര്യ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി, വെളിപ്പെടുത്തേണ്ടി വരും. അടുത്ത F എന്ന് പറഞ്ഞാൽ
വിദേശ ഗവൺമെന്റാണ്. വിദേശ ഗവൺമെന്റുകളിൽ നിന്നും രഹസ്യമായി ലഭിക്കുന്ന വിവരങ്ങൾ. ജി എന്ന് പറഞ്ഞ സുരക്ഷ, അന്വേഷണം, ജീവൻ, സുരക്ഷ എന്നിവയെ അപകടപ്പെടുത്തുന്നതോ നിയമപാലക വിവരങ്ങളുടെ ഉറവിടം തിരിച്ചറിയുന്നതോ ആയ വിവരങ്ങൾ. അതായത് ഒരു വ്യക്തിയുടെ ജീവനെയും സുരക്ഷയും ബാധിക്കുന്നത്. അതാണ്ടാ ഓപ്ഷൻ ബി ആയിരിക്കും അപ്പോൾ ആൻസറായി വരുന്നത്. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു ചോദ്യമായിരുന്നു അത്. ഇതറിയാമെങ്കിൽ, സബ്സെക്ഷൻ അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം നിങ്ങൾ ഡിഗ്രി ലെവൽ നോക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ CPOക്കൊക്കെ വിവരാവകാശം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ മെൻ പുരുഷന്മാരുടെ പരീക്ഷ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് നോക്കി വെക്കുക. താഴോട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇപ്പോൾ ഒരു നിലവാരം മാറി വരുന്നത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അടുത്ത് എച്ച്, അന്വേഷണ പ്രക്രിയ കേട്ടോ. കുറ്റവാളികളുടെ അന്വേഷണ പ്രക്രിയയെയോ പ്രോസിക്യൂഷൻ നടപടികളെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല. ഐ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് പേപ്പറുകൾ കേട്ടോ. മന്ത്രിസഭാ തീരുമാനങ്ങളല്ല, ക്യാബിനറ്റ് പേപ്പറുകൾ. മന്ത്രിസഭാ സെക്രട്ടറിമാര്, ഉദ്യോഗസ്ഥർ എന്നിവരുടെ രേഖകൾ ഉൾപ്പെടുന്ന ക്യാബിനറ്റ് പേപ്പറുകൾ എന്ത് ചെയ്യേണ്ട, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകേണ്ട. മന്ത്രിസഭാ തീരുമാനങ്ങളല്ല, ക്യാബിനറ്റ് പേപ്പർ. അത് പ്രത്യേകം അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. ക്യാബിനറ്റ് പേപ്പറുകൾ തന്നെ ചോദിക്കും കേട്ടോ. മന്ത്രിസഭാ തീരുമാനം വേറെ, ക്യാബിനറ്റ് പേപ്പറുകൾ വേറെ. അടുത്ത് ജെ എന്ന് പറഞ്ഞാൽ വ്യക്തിഗത വിവരങ്ങൾ. പൊതുപ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്വകാര്യതയിലേക്കുള്ള അനാവശ്യമായ കടന്നുകയറ്റത്തിന് കാരണമാകുന്നതായ വ്യക്തിഗത വിവരങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് നമ്മുടെ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡേറ്റ, അത് നമ്മുടെ പൊതുപ്രവർത്തനവുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ, അതായത് പൊതു താല്പര്യവുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് പഠിച്ചിരുന്നാൽ ഇപ്പം ഈ ഒരു ചോദ്യം തന്നെ കണ്ടില്ലേ, ഈ ഒരു ചോദ്യത്തിൽ തന്നെ എന്ത് സംഭവിച്ചു, ഇത് 8ൽ 1 G എന്താണെന്ന് അറിയാവുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു മാർക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകും. നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ, ഇത് വായിച്ച് വെച്ചോണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു PDF ടെലഗ്രാം ചാനൽ ഇട്ടിരിക്കാം. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റിലല്ല ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ, നോക്കിയാൽ മതി. അടുത്ത് ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണെന്നാണ്. ഇതൊക്കെ ഞാൻ ക്ലാസ് ഇട്ടായിരുന്നു, വിവരാവകാശത്തിൻ്റെ ക്ലാസ്സിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചെയർമാൻ ആയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. 3 പേരാണ് ആ ഒരു കമ്മിറ്റിയിലുള്ളത്. പ്രധാനമന്ത്രി ചെയർമാൻ, പിന്നെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവും, പിന്നെ നമ്മുടെ ലോകസഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും അല്ലേ. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും അതുപോലെ ലോകസഭ പ്രതിപക്ഷ നേതാവും കൂടിയാണ് ഈ ഒരു കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നത്. അതിൽ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, സംസ്ഥാനത്താകുമ്പോൾ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അതുപോലെ തന്നെ നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രതിപക്ഷ നേതാവ് അല്ലേ. ഓക്കെ, അവിടെ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, കണ്ടില്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വിവരാവകാശം, മനുഷ്യാവകാശം പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ടു നോക്കണം. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൽ 2 ആൻസർ വരാം. അതായത് സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം, അതും ആൻസറായി വരാം. സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം, അതും ആൻസറായി വരാം കേട്ടോ. ഇത് മിക്കവാറും ഡിലീഷൻ പോകാൻ ചാൻസ് ഉണ്ട്. പ്രൊഫഷണൽ ആൻസർ കീയിൽ മിക്കവാറും ഓപ്ഷൻ എ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു സെക്ഷനിൽ ഇത് രണ്ടും പറയുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം പറയുന്നുണ്ട്, സംസ്ഥാനത്തിന് പുറത്തുള്ള, അതായത് നമ്മുടെ സ്റ്റേറ്റുമായി ബന്ധമില്ലാത്ത ഒരാളുടെ പകർപ്പവകാശവും എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്, വിവരം നിരസിക്കലിൽ വരുന്നതാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായ? അപ്പം നമുക്ക് നോക്കാം. എന്തായാലും പ്രൊഫഷണൽ കീ നാളെ വരുമായിരിക്കും. നാളെയും വരാൻ ചാൻസ്, നാളെ അവധിയാണ്. ചൊവ്വാഴ്ച വരുമായിരിക്കും അല്ലേ, ചൊവ്വാഴ്ച വരുമായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഡിലീഷൻ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഈ 2 കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. സ്വകാര്യ വ്യക്തികളുടെ പകർപ്പവകാശം നൽകേണ്ടതില്ല, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ ഒരു പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും നൽകേണ്ടതില്ലെന്നാണ് വരുന്നത്. അടുത്ത് വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതെല്ലാം എന്നാണ്. വിവരം 2005 RTA ആക്ട് 2005 സെക്ഷൻ 2F ആണ് വിവരത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ രേഖകൾ, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റാ മെറ്റീരിയലുകൾ, പ്രമാണങ്ങൾ, ഇതെല്ലാം എന്താണ് കുട്ടികളെ, വിവരം എന്നതിൽ വരുന്നതാണ്.
സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചതാണ്, തെറ്റാണ്. ഓക്കെ, മനുഷ്യാവകാശങ്ങൾ സംസ്ഥാന നിയമസഭ നിർണ്ണയിക്കുന്നു, അതും തെറ്റാണ്. മനുഷ്യാവകാശങ്ങൾ നിയമപരമായല്ല, ധാർമ്മികമായവ മാത്രമാണ്. നമുക്കൊരു നിയമം തന്നെയുണ്ട് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയുടെയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. അതായത് മനുഷ്യാവകാശം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങൾ, പിന്നെ കോടതി പ്രഖ്യാപിക്കുന്ന ഈ പറഞ്ഞ രണ്ട് കാര്യത്തോടൊപ്പം തന്നെ കോടതികൾ പ്രഖ്യാപിക്കുന്ന അവകാശങ്ങൾ, ഇതെല്ലാം മനുഷ്യാവകാശത്തിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത അവസാന ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരം എന്നാണ്? ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അല്ലേ? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് ചോദിച്ചാലും ഇതേ നിയമം തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരം തന്നെയാണ് NHRCയും SHRCയും എല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ചോദ്യം എല്ലാം കംപ്ലീറ്റ് ആയോ? ചോദ്യം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ നിലവാരമൊക്കെ മാറി വരുന്നുണ്ട്, അപ്പോൾ നന്നായി പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ സ്മാർട്ട് PSC ആപ്പിൽ 10th ലെവലിൻ്റെയും +2 ലെവലിൻ്റെയും ഡിഗ്രി ലെവലിൻ്റെയും ക്ലാസ്സുകൾ പോകുന്നുണ്ട്. എല്ലാം ലൈവ് ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ 62 35 1993 06 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? ശരി, അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും പഠിക്കാൻ പറ്റും. ശരി, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.